പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടും കൂടെ ഈശോയുടെ ഏറ്റവും സ്നേഹം നിറഞ്ഞ റാഫേൽ ഷിനോജച്ച, സ്നേഹം നിറഞ്ഞ മിഥുന ആന്റണി അച്ച, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, ഇന്ന് ലോകം മുഴുവനും പരിശുദ്ധ അമ്മയുടെ ജന്മതിരുനാൾ ആഘോഷിക്കുകയാണ്. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന എല്ലാവരെയും, മേരി എന്ന നാമധേയം വഹിക്കുന്ന എല്ലാ മക്കളെയും ഓർക്കുകയും പ്രത്യേകം പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ദാവീദിൻ്റെ രാജവംശത്തിൽ യോവാക്കിമിൻ്റെയും അന്നായിയുടെയും മകളായിട്ടാണ് പരിശുദ്ധ മാതാവ് ജനിക്കുന്നത്. പരിശുദ്ധ മാതാവ് ഉണ്ണീശോയ്ക്ക് ജന്മം നൽകുമ്പോൾ സൂര്യ തേജസ്സാണ്. എന്നാൽ മാതാവ് അറിയപ്പെടുന്നത് ഉഷകാല നക്ഷത്രമെന്നാണ് അറിയപ്പെടുന്നത്. ചന്ദ്രനെ പോലെ തേജസ് ഉഷകാല നക്ഷത്രമെന്ന് അറിയപ്പെടുന്നത്. പരിശുദ്ധ മാതാവ് ഏറ്റവും സ്നേഹത്തോടുകൂടി ദൈവത്തിൻ്റെ അമ്മയാണ്. നമുക്ക് മാതാവിൻ്റെ ഈ തിരുനാൾ സന്തോഷപൂർവ്വം ആഘോഷിക്കാം. നമുക്ക് എപ്പോഴും ആശ്രയിക്കുവാനും നിരാലംബർക്കും അവശർക്കും മുടന്തർക്കും അല്ലെങ്കിൽ പ്രയാസം അനുഭവിക്കുന്ന എല്ലാ കുടുംബങ്ങൾക്കും എല്ലാ കാര്യങ്ങളിലും നമ്മുടെ ഫ്രാൻസിസ് മാർപ്പാപ്പ പോലും ഈ കോവിഡ് കാലത്ത് പ്രയാസങ്ങളും ബുദ്ധിമുട്ട് വരുമ്പോൾ ലോകത്തെ മുഴുവനും പരിശുദ്ധ മാതാവിനെ സമർപ്പിച്ചത്. ലൂർദിലും ഫാത്തിമയിലും എല്ലാം മാതാവ് പ്രത്യക്ഷപ്പെട്ട് ഒന്നേ നമ്മോട് ആവശ്യപ്പെടുന്നുള്ളൂ: മാനസാന്തരപ്പെടുക, മാനസാന്തരപ്പെടുക, നല്ലവരായി മാറുക. നമുക്കറിയാം, കോവിഡ് കാലത്ത് ഏറ്റവും നല്ല രീതിയിലാണ് നമ്മൾ ഏറ്റവും നന്നായിട്ട് നമ്മൾ ജീവിക്കും. കോവിഡ് കാലത്ത് പറയുമ്പോൾ പ്രയാസങ്ങളിൽ ബുദ്ധിമുട്ട് സമയത്ത് വേണ്ടാത്ത ചില കാര്യങ്ങളൊക്കെ മാറ്റിവെച്ച് നമ്മൾ പ്രത്യേകിച്ച് ചെറിയൊരു അണു നമ്മുടെ ജീവിതത്തെ പോലും ബാധിക്കുന്ന അണുവാണ്. പക്ഷേ പല കാര്യങ്ങളും മാറ്റിവെച്ച് നമ്മളെ തന്നെ നിയന്ത്രിച്ചാൽ പറ്റുന്നത്. അപ്പം അതുകൊണ്ട് മാനസാന്തരപ്പെടണം, വിശുദ്ധരായി ജീവിക്കണം, പരിശുദ്ധ അമ്മയെ പോലെ ദൈവത്തിന് പ്രിയപ്പെട്ട മക്കളായി നമ്മൾ മാറും. ആ കൃപയ്ക്കായി ഈ ദിവസം നമുക്ക് ഈ ബലിയെ പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ മക്കളെയും, നമ്മുടെ കുടുംബത്തെയും, മാതാപിതാക്കളെയും എല്ലാവരും സമർപ്പിച്ചുകൊണ്ട് ഈ ബലിയെ പങ്കുചേരാം. കാര്യങ്ങൾ കോപ്പി പരിശുദ്ധിയോടെ ഈ ബലി അർപ്പിക്കാവൂ. ഇന്ന ദിവസം പ്രത്യേകം പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് കൂടാരപ്പള്ളി ജോൺ, ചക്കാലക്കൽ പീറ്റർ കുടുംബം, മൈലോത്ത് മേരിക്കുട് കുടുംബം, മണൽ മാർട്ടിൻ കുടുംബം, കളത്തിപ്പറമ്പിൽ സേവ്യർ കുടുംബം, മാളിയേക്കൽ വിൻസെന്റ് കുടുംബം, റോയി കർത്തെടുത്ത് കുടുംബം. ഈ കുടുംബങ്ങളെ പ്രത്യേകം സമർപ്പിക്കുന്നു. പ്രത്യേകിച്ചും രഞ്ജി ജോൺ, നേഹ ജോൺ, നോയൽ ജോൺ, ജെയിംസ് കുടുംബാംഗങ്ങൾ, ബിജു കുടുംബാംഗങ്ങൾ. അതുപോലെ മരണമടിഞ്ഞു മരിക്കുന്ന അച്ഛൻ ബാബ വട്ടമാക്കൽ, നെച്ചുള്ളി കുടുംബത്തിൽ മരിച്ചുപോയർ, വള്ളനാട്ടിൽ എലിസബത്ത് അഗസ്റ്റിൻ, പേര് തോമൻ പനച്ചിക്കൽ, ഫിലോമന തോമൻ പനച്ചിക്കൽ, മേരി സേവർ മാളിയേക്കൽ. അതുപോലെ പ്രത്യേകം പ്രാർത്ഥനാസഹായം ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാവരും ഓർക്കാം. ആൻഡ്രേക റോയി, അക്ഷയ്, സെബാസ്റ്റ്യൻ മറിയം, ബിജു ഇൽഡ, അന്ന കത്രബേലിയ, ജസ്റ്റിൻ ദീപ, എലിസബത്ത്, ജഫീന ജോസഫ്, ആൻഡോ ജോസഫ്, ഡോക്ടർ റോസ്, ഡോക്ടർ സ്റ്റീവ്, ഡോക്ടർ മിറം, ഡോക്ടർ സജി മാത്യു, ഡോക്ടർ ജോസ്, ഡോക്ടർ വിൻസ്റ്റൺ. അത് മരണമടിഞ്ഞ് മരിക്കുന്ന ഓൾഡറിത്ത ജോർജ്, പുളിക്കശ്ശേവർ, പനക്കോട് ആന്റണി അമ്മണി, കൈതവേലിക്കൽ പീറ്റർ സ്റ്റീഫൻ, ഡാനിയൽ തപ്പലോടത്ത്, മാത്യു മണപ്പറമ്പിൽ, ജോയി പാലത്തേക്ക്. ഇവിടെ പ്രശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ആ കാര്യങ്ങൾക്ക് ഒപ്പി പാപങ്ങൾ തെറ്റുകളെല്ലാം പരിശുദ്ധ അമ്മയുടെ ചേർന്ന് കൊച്ചത്തിലേറ്റുമെല്ലാം സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും അപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ വലിയ പിഴ ആകയാൽ നിത്യനായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരുടെ വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കഴിഞ്ഞ് പാപങ്ങൾ പുറത്ത് നമ്മെ ജീവനിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. Please
സന്മനസ്സോടെ സമാധാനം. കർത്താവായ ദൈവമേ, സ്വർഗീയ രാജാവേ, സർവശക്തനായ ദൈവപിതാവേ, അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങേ ഞങ്ങൾ വാഴ്ത്തുന്നു, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങേ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. അങ്ങേ മഹാമഹിമയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. യേശുക്രിസ്തുവേ, ജാതനായ ഏകപുത്രനായ കർത്താവേ, കർത്താവായ ദൈവമേ, ദൈവത്തിൻ്റെ കുഞ്ഞാടെ, പിതാവിൻ്റെ പുത്ര, ലോകത്തിൻ്റെ പാവങ്ങൾ നീക്കുന്ന ഞങ്ങളിൽ കനിയണമേ. ലോകത്തിൻ്റെ പാവങ്ങൾ നീക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. പിതാവിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്ന ഞങ്ങളിൽ കനിയണമേ. എന്നാൽ അങ്ങ് മാത്രം പരിശുദ്ധൻ, അങ്ങ് മാത്രം കർത്താവ്, അങ്ങ് മാത്രം അത്യുന്നതൻ. യേശുക്രിസ്തുവേ, പരിശുദ്ധാത്മാവിന്റെ കൂടെ പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിൽ ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്വർഗീയ കൃപാവരദാനം അങ്ങേ ദാസർക്ക് നൽകണമെന്ന് ഞങ്ങൾ എളിമയോടെ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ജനനം രക്ഷയുടെ പ്രാരംഭമായി തീർന്ന അവർക്ക് ഈ കന്യകയുടെ ജനനത്തിന് നാള് സമാധാനത്തിന്റെ വർധന പ്രദാനം ചെയ്യണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായി ഐക്യത്തിൽ എന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ഒന്നാം വായന മീക്ക പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന്. കർത്താവ് ഇപ്രകാരം അരുൾ ചെയ്തു: ബത്ലഹേം എഫ്രാത്ത, യൂദാ ഭവനങ്ങളെ, നീ ചെറുതാണെങ്കിലും ഇസ്രായേലിനെ ഭരിക്കേണ്ടവൻ എനിക്കായി നിന്നിൽ നിന്നും പുറപ്പെടും. അവൻ പണ്ടേ യുഗങ്ങൾക്ക് മുമ്പേ ഉള്ളവനാണ്. അതിനാൽ ഊറ്റുനൊറ്റെടുത്തവൾ പ്രസവിക്കുന്നത് വരെ അവൻ അവരെ പരിത്യജിക്കും. പിന്നീട് അവൻ്റെ സഹോദരന്മാരിൽ അവശേഷിക്കുന്നവർ ഇസ്രായേൽ ജനത്തിലേക്ക് മടങ്ങും. കർത്താവിൻ്റെ ശക്തിയോടെ, തൻ്റെ ദൈവമായ മഹത്വത്തോടെ അവൻ വന്ന് തൻ്റെ ആടുകളെ മേയ്ക്കും. ഭൂമിയുടെ അതിർത്തിയോളം അവൻ പ്രതാപവാനാകയാൽ അവർ സുരക്ഷിതരായി വസിക്കും. അവൻ നമ്മുടെ സമാധാനമായിരിക്കും. കർത്താവിൻ്റെ വചനം. പ്രതിവചന സങ്കീർത്തനം. ഞാൻ കർത്താവിൽ അത്യധികം ആനന്ദിക്കും. ഞാൻ കർത്താവിൽ അത്യധികം ആനന്ദിക്കും. ഞാൻ അവിടുത്തെ കരുണയിൽ ആശ്രയിക്കുന്നു. എൻ്റെ ഹൃദയം അങ്ങയുടെ രക്ഷയിൽ ആനന്ദം കൊള്ളുന്നു. ഞാൻ കർത്താവിൽ അത്യധികം ആനന്ദിക്കും. ഞാൻ കർത്താവിനെ പാടി സ്തുതിക്കും. അവിടുന്ന് എന്നോട് അതിരറ്റ കരുണ കാണിച്ചിരിക്കുന്നു. ഞാൻ കർത്താവിൽ അത്യധികം ആനന്ദിക്കും. രണ്ടാം വായന. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന്. പ്രിയ സഹോദരരെ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മക്കായി പരിണമിക്കുന്നുവെന്ന് നമുക്കറിയാമല്ലോ. അവിടുന്ന് മുൻകൂട്ടി അറിഞ്ഞവരെ തൻ്റെ പുത്രൻ്റെ സാദൃശ്യത്തോടെ അനുരൂപരാക്കാൻ മുൻകൂട്ടി നിശ്ചയിക്കുകയും ചെയ്തു. ഇത് തൻ്റെ പുത്രൻ അനേകം സഹോദരരിൽ ആദിജാതനാകുന്നതിന് വേണ്ടിയാണ്. താൻ മുൻകൂട്ടി നിശ്ചയിച്ചവരെ അവിടുന്ന് വിളിച്ചു, വിളിച്ചവരെ നീതീകരിച്ചു, നീതീകരിച്ചവരെ മഹത്വപ്പെടുത്തി. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. പരിശുദ്ധ കന്യാമറിയമ്മേ, അങ്ങ് ഭാഗ്യവതിയും എല്ലാ സ്തുതിക്കും അർഹയുമാണ്. എന്തെന്നാൽ നീതിസൂര്യനായ യേശു ക്രിസ്തു അങ്ങിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. Hallelujah.
കർത്താവ് നിങ്ങളോടുകൂടെ. വിശുദ്ധ മത്തായി എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. യേശുക്രിസ്തുവിൻ്റെ ജനനം ഇപ്രകാരമായിരുന്നു. അവൻ്റെ മാതാവായ മറിയവും ജോസഫും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ അവർ സഹവസിക്കുന്നതിന് മുൻപ് അവൾ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി കാണപ്പെട്ടു. അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകയാലും അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടായകയാലും അവളെ രഹസ്യമായി ഉപേക്ഷിക്കുവാൻ തീരുമാനിച്ചു. അവൻ ഇതേക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കെ കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു, ദാവീദിന്റെ പുത്രനായ ജോസഫ്, മറിയത്തെ ഭാര്യയായി സ്വീകരിക്കുവാൻ ശങ്കിക്കേണ്ട. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. അവൾ ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. എന്തെന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള എമ്മാനുവൽ എന്ന് അവൻ വിളിക്കപ്പെടും എന്ന് കർത്താവ് പ്രവാചകൻ മുഖേന അരുളി ചെയ്തത് പൂർത്തിയാകാൻ വേണ്ടിയാണ് ഇതെല്ലാം സംഭവിച്ചത്. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴെപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞ ജോളിയച്ച, സ്നേഹം നിറഞ്ഞ മിഥുനച്ച, പ്രിയ മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, പ്രിയപ്പെട്ടവർ, ആദ്യമേ തന്നെ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ജനന തിരുനാളിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും നേരുകയാണ്. പരിശുദ്ധ അമ്മ നമ്മെ നിരന്തരം കാത്തു പരിപാലിക്കട്ടെ. ഈ ഒരു സാഹചര്യം വളരെ മോശമായ ഒരു സാഹചര്യമാണ്, നമുക്കറിയാം. എല്ലാ സംരംഭങ്ങളും ഒക്കെ ഇങ്ങനെ തകർന്ന് അടിയുന്ന ഒരു കാലഘട്ടം. ആത്മീയമായ കാര്യങ്ങളിൽ നമുക്ക് തകർച്ചകൾ സംഭവിക്കുന്നുണ്ട്. ഉദാശപരമായ കാര്യങ്ങളിലൊക്കെ പങ്കെടുക്കാൻ കഴിയാതെ വിഷമിക്കുന്ന ധാരാളം മക്കളുണ്ട്. ഇതാണ് ക്രൈസ്തവരായ നമ്മളെ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുത്തുന്ന കാര്യം. ആമുഖത്തിൽ ജോലിയച്ചൻ പറഞ്ഞതുപോലെ കൊറോണ എന്ന കാണാൻ പോലും പറ്റാത്ത ഒരു വസ്തു വന്ന് നമ്മളെയൊക്കെ ഇങ്ങനെ കീഴടക്കിയിരിക്കുകയാണ്. ഈ പ്രപഞ്ചം മുഴുവൻ കൊറോണ എന്ന വൈറസ് ഇങ്ങനെ ഭരണം നടത്തുകയാണ്. എന്നാൽ അതിനെ കാണാൻ പറ്റുന്നില്ല. ഇത്രയേ ഉള്ളൂ മനുഷ്യരുടെ കാര്യം എന്ന് ദൈവം നമ്മെ പഠിപ്പിക്കുകയാണ്. ഈ ഒരു അവസരത്തിൽ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ജനന തിരുനാൾ നാം ആഘോഷിക്കുമ്പോൾ അമ്മയെ കൂട്ടുപിടിച്ച്, പരിശുദ്ധ കന്യകാമറിയത്തെ കൂട്ടുപിടിച്ച് ഈശോയെ കണ്ടെത്തി ഈശോയുടെ രക്ഷയിൽ ജീവിക്കേണ്ടവരാണ് നാം എന്ന വലിയ ഓർമ്മപ്പെടുത്തലാണ് ഈ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ജനന തിരുനാളിലൂടെ പിതാവായ ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുക. പരിശുദ്ധ കന്യകാമറിയത്തെ കൂട്ടുപിടിച്ച് യേശുവിനെ കണ്ടെത്തി യേശുവിൽ നിന്നുള്ള രക്ഷ ലഭിക്കേണ്ടവരാണ് നാം എല്ലാവരും. തിരുസഭാ മാതാവ് ആകെ 3 വ്യക്തികളുടെ ജന്മദിനം ആഘോഷിക്കുള്ളൂ. നമ്മൾ ഫേസ്ബുക്കിൽ കാണുന്നവരുടെ ബർത്ത്ഡേ ആഘോഷിക്കും, എവിടെയെങ്കിലും കണ്ട അവരെയൊക്കെ വെറുതെ വിഷയം. എന്നാൽ തിരുസഭ 3 വ്യക്തികളുടെ ജന്മ തിരുനാളെ ആഘോഷിക്കുള്ളൂ. ആരൊക്കെയാണെന്നറിയോ? 3 പേരുടെ. ഒന്ന്, കർത്താവായ ക്രിസ്തുവിൻ്റെ ക്രിസ്തുമസ് നമ്മൾ ജനന തിരുനാളായിട്ട്, യേശുവിൻ്റെ ജനനം അത് വലിയ ആഘോഷമായിട്ട് തിരുസഭ കൊണ്ടാടുന്നു. രണ്ടാമത്, വിശുദ്ധ സ്നാപയോഹന്നാൻ പരിശുദ്ധാത്മാവാൽ നിറഞ്ഞവനായതുകൊണ്ട് സ്നാപയോഹന്നാൻ്റെ തിരുനാളും കത്തോലിക്കാ സഭ ആഘോഷത്തോടെ കൊണ്ടാടുന്നുണ്ട്. മൂന്നാമത്തെ വ്യക്തിയുടെ പേരാണ് പരിശുദ്ധ കന്യകാമറിയം. എന്തുകൊണ്ടാണ് ഈ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ജന്മ തിരുനാള് കത്തോലിക്കാ സഭ ആഘോഷിക്കുന്നത്, തിരുസഭ ആഘോഷിക്കുന്നത്? കാരണം പരിശുദ്ധ കന്യകാമറിയം അമലോത്ഭവയായിരുന്നു. പരിശുദ്ധ കന്യകാമറിയം അമലോത്ഭവയായിരുന്നു, പാപമില്ലാത്തവളായി, ഉത്ഭവ പാപം ഇല്ലാത്തവളായിരുന്നു. ജനിച്ചപ്പോൾ തന്നെ അവൾ അമലോത്ഭവയായിരുന്നു, വിശുദ്ധയായിരുന്നു, വിശുദ്ധിയുടെ നിറകുടമായിരുന്നു പരിശുദ്ധ കന്യകാമറിയം. അതുകൊണ്ടാണ് നമ്മൾ
ആഘോഷിക്കുക. വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ ഇങ്ങനെ പറയുന്നുണ്ട്: പാദമർദ്ദനത്താൽ സർപ്പത്തിന്റെ തല തകർത്തവളായ നാഥേ, അങ്ങ് ആദത്തിന്റെ മകളായി ഭൂമിയിൽ ജനിച്ചുവെങ്കിലും ദുഃഖത്തിന്റെ അടയാളമായ പാപത്തിന്റെ നിഴൽ പോലും അങ്ങയെ തീണ്ടിയില്ല. എന്താണ് ഈ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ അമലോത്ഭവം എന്ന് പറഞ്ഞാൽ, വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛന്റെ വാക്കുകളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പാദമർദ്ദനത്താൽ സർപ്പത്തിന്റെ തല തകർത്തവളായ നാഥേ, അങ്ങ് ആദത്തിന്റെ മകളായി ഭൂമിയിൽ ജനിച്ചുവെങ്കിലും ദുഃഖത്തിന്റെ അടയാളമായ പാപത്തിന്റെ നിഴൽ പോലും അമ്മയെ പരിശുദ്ധ കന്യകാമറിയത്തെ തീണ്ടിയില്ല, തൊട്ടുപോലുമില്ല. പാപത്തിന്റെ നിഴൽ പോലും, പാപം എവിടെ കിടക്കണം, പാപത്തിന്റെ നിഴൽ പോലും പരിശുദ്ധ കന്യകാമറിയത്തെ തീണ്ടിയില്ല, തൊട്ടുപോയില്ല. അതുകൊണ്ടാണ് പരിശുദ്ധ കന്യകാമറിയം അമലോത്ഭവയായിട്ട് മാറിയത്. പിതാവായ ദൈവം, പുത്രനായ ക്രിസ്തു, പരിശുദ്ധാത്മാവ്, ഈ ത്രിയേക ദൈവം പരിശുദ്ധ കന്യകാമറിയത്തെ പൊതിഞ്ഞ് സംരക്ഷിച്ചു. അതുകൊണ്ടാണ് പരിശുദ്ധ കന്യകാമറിയം ദൈവത്തിന്റെ കൃപയാൽ നിറഞ്ഞവളായി മാറിയത്. വിശുദ്ധ ബെർണാഡ് പരിശുദ്ധ കന്യകാമറിയത്തെ കുറിച്ച് പറയുന്നുണ്ട്: ഏറ്റവും പരിശുദ്ധനായവനും എല്ലാ പരിശുദ്ധിയുടെയും ഉടയനുമായവന് പരിശുദ്ധയായ ഒരു അമ്മ ഉണ്ടായിരിക്കുന്നത് ഏറ്റവും യോഗ്യമാണ്. വിശുദ്ധ ബെർണാഡ് പറയുന്ന വാക്കുകൾ ഇതാണ്: ഏറ്റവും പരിശുദ്ധനായവനും എല്ലാ പരിശുദ്ധിയുടെയും ഉടയവനുമായവന് പരിശുദ്ധയായ ഒരു അമ്മ ഉണ്ടായിരിക്കുന്നത് ഏറ്റവും യോഗ്യമാണ്. ഇന്നത്തെ സുവിശേഷം നമ്മൾ ശ്രദ്ധിച്ചു. പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ജനനത്തെക്കുറിച്ചല്ല നാം വായിച്ചു കേട്ടത്, മറിച്ച് ഈശോയുടെ ജനനത്തെക്കുറിച്ചാണ് നാം ഇന്ന് വായിച്ചു കേട്ടത്. ഈശോയുടെ ജനനത്തെക്കുറിച്ച് പരിശുദ്ധ അമ്മയ്ക്ക് ഗബ്രിയേൽ ദൂതൻ വന്ന് പ്രത്യക്ഷപ്പെട്ട് സംസാരിക്കുന്ന രംഗമാണ് നമ്മൾ ഇന്ന് ഔസേപിതാവിനോടും എല്ലാവരോടും സംസാരിക്കുന്ന ഒരു രംഗമാണ് നാം കണ്ടത്. യേശുവിൻ്റെ ജനനത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സുവിശേഷം. എന്തുകൊണ്ടാണ് പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ജനനത്തിരുനാളിൽ ഈശോയുടെ ജനനത്തെക്കുറിച്ച് സുവിശേഷം ഉടയവനുമായവന് പരിശുദ്ധയായ ഒരു അമ്മ ഉണ്ടായിരിക്കുന്നത് ഏറ്റവും യോഗ്യമാണ്? അതുകൊണ്ട് പ്രിയമുള്ളവരെ, പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ജനനത്തിരുനാൾ ആഘോഷിക്കുമ്പോൾ, ഇന്ന് നമ്മൾ ആഘോഷിക്കുമ്പോൾ നമ്മളും ഏറ്റവും കൂടുതൽ സന്തോഷിക്കണം. കാരണം നമുക്കും കർത്താവായ ക്രിസ്തുനാഥൻ ഈ അമ്മയെ സ്വന്തം അമ്മയായി നൽകിയിട്ടുണ്ട്. ഈ ഭൂമിയിൽ നമുക്കൊരമ്മയുണ്ട്, നമ്മുടെ വീട്ടിലെല്ലാവർക്കും നമുക്കൊരു അമ്മച്ചിയുണ്ട്, ഒരമ്മയുണ്ട്. അതുപോലെ തന്നെ രണ്ടാമതൊരു അമ്മയെ കൂടി ഈശോ കുരിശിൽ കിടന്നുകൊണ്ട് യോഹന്നാനെ ഏൽപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ഇതാ നിന്റെ അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് കുരിശിൻ്റെ കീഴിലിരിക്കുന്ന അമ്മയെ കാണിച്ചു കൊടുത്ത് യോഹന്നാന് തൻ്റെ അമ്മയെ കൊടുക്കുകയാണ്, സമ്മാനമായിട്ട് കൊടുക്കുകയാണ്. കുരിശിൽ കിടന്നുകൊണ്ട് കുരിശിൻ്റെ കീഴെ നിൽക്കുന്ന സ്വന്തം അമ്മയെ നമ്മുടെയൊക്കെ അമ്മയായി, സ്വർഗീയ അമ്മയായി നൽകി യോഹന്നാന് കൊടുത്തുകൊണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവർ, നമ്മളും ഏറ്റവും കൂടുതൽ സന്തോഷിക്കുക. നമുക്കും സ്വർഗത്തിൽ പരിശുദ്ധ കന്യകാമറിയം നമുക്ക് വേണ്ടി നിരന്തരം ആദ്യസം അപേക്ഷിക്കുന്നുണ്ട്. നമ്മോട് കൂടെ അമ്മയുണ്ട്, പരിശുദ്ധ കന്യകാമറിയം. നമ്മുടെ മാതാപിതാക്കന്മാർ നമ്മെ കാത്തു സംരക്ഷിക്കുന്നത് പോലെ സ്വർഗീയ അമ്മയായ പരിശുദ്ധ കന്യകാമറിയം നമ്മളെയൊക്കെ വിശുദ്ധിയോടുകൂടെ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ നമ്മെ നിറയ്ക്കുവാനായിട്ട് പരിശുദ്ധ കന്യകാമറിയം തൻ്റെ തിരുക്കുമാരനായ യേശുവിനോട് നിരന്തരം ആദ്യസം അപേക്ഷിക്കുന്നുണ്ട് എന്ന വലിയ ബോധ്യം ഈ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ജനനത്തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമുക്കുണ്ടാകട്ടെ. അങ്ങനെ നമ്മുടെ സ്വർഗീയ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ജനനത്തിരുനാളിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ദൈവാനുഗ്രഹങ്ങളും കൃപയും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. പരിശുദ്ധ കന്യകാമറിയം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. സ്നേഹം നിറഞ്ഞവരെ, പരിശുദ്ധ മാതാവിൻ്റെ തിരുനാളിൽ നമ്മൾ പ്രത്യേകം നമ്മുടെ അപേക്ഷകൾ സമർപ്പിക്കാം. ഈ സമയം ഓരോ പ്രാർത്ഥിച്ച കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് വിനയത്തോടെ എല്ലാവരും ഏറ്റുവരിക. സർവശക്തനായ പിതാവേ, കാരുണ്യവാനും സർവശക്തനുമായ ദൈവമേ, ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പായെയും ഞങ്ങളുടെ തിരുപ്പതാധ്യക്ഷനായ ജോസഫ് മെത്രാപ്പൊലീത്തയെയും എല്ലാ മെത്രാന്മാരെയും വൈദികരെയും സന്യാസ സഹോദരങ്ങളെയും
അങ്ങേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ദൈവജനത്തെ വിശുദ്ധിയിലും വിവേകത്തിലും നയിക്കുവാൻ വേണ്ട കൃപാവരങ്ങൾ നൽകി അവരെ അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കാരുണ്യവാനായ ദൈവമേ, ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന എല്ലാ സഹോദരങ്ങളെയും പരിശുദ്ധ അമ്മയുടെ തിരുനാളിൻ്റെ നിറവിലായിരിക്കുന്ന എല്ലാ ക്രൈസ്തവ വിശ്വാസികളെയും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ്യത്തിലും അമ്മയുടെ അനുഗ്രഹത്തിൻ്റെ തണലിലും കഴിയുവാൻ അവരെ അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കാരുണ്യവാനായ പിതാവേ, ഞങ്ങളിൽ നിന്ന് മരണം മൂലം വേർപിരിഞ്ഞു പോയ എല്ലാ സഹോദരങ്ങളെയും ഏറ്റവും പ്രത്യേകമായി ആരോരും പ്രാർത്ഥിക്കാനില്ലാത്ത എല്ലാ മരിച്ചവരുടെയും ആത്മാക്കളെ അങ്ങ് കാരുണ്യപൂർവ്വം കടാക്ഷിക്കണമേ. ഈ ബലിയിൽ അർപ്പിക്കപ്പെടുന്ന അങ്ങേ തിരുസുതൻ്റെ തിരുശരീര രക്തങ്ങളുടെ യോഗ്യതകളാൽ അവരുടെ പാപങ്ങൾ പുറത്ത് നിത്യ ജീവന് അവരെ അർഹരാക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സ്നേഹം നിറഞ്ഞവരെ, പരിശുദ്ധ മാതാവിൻ്റെ തിരുനാളിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സമ്മാനം മാതാവ് ചോദിക്കുക, അപേക്ഷിക്കുക. കരങ്ങൾ കൂപ്പി കണ്ണടച്ച് നമ്മുടെ ആവശ്യം മാതാവിൻ്റെ പക്കൽ സമർപ്പിച്ച് ഈശോ നിറവേറ്റി തന്നെ എന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ആമേൻ. നിത്യകന്യകയായ പരിശുദ്ധകന്യകാമറിയത്തിന്റെ ജനത്തിരുനാളിൽ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, പ്രകീർത്തിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധാത്മാവിന്റെ പ്രതിഫലത്താൽ അങ്ങേ ജാതനായ ഏകപുത്രനെ പരിശുദ്ധ മാതാവ് ഗർഭം ധരിക്കുകയും കന്യാത്വത്തിൽ മഹത്വത്തിൽ നിലനിന്നുകൊണ്ട് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവാകുന്ന നിത്യപ്രകാശത്തെ ലോകത്ത് നൽകിയല്ലോ. അവിടുന്ന് വഴി വിശുദ്ധർ അങ്ങേ വാഴ്ത്തുന്നു, അധീശന്മാർ ആരാധിക്കുന്നു, ആധികാരന്മാർ ഭക്തിപുറം നിലകൊള്ളുന്നു, ശക്തികന്മാരും ധന്യരായ സുരസെ ഒന്ന് ചേർന്ന് ഞങ്ങളും താഴ്മയോടെ ആലപിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. നിരുപമമങ്ങേ മഹിമകളാൽ
പരിശുദ്ധനായി ജീവിക്കാൻ മാനസാന്തരത്തിൻ്റെ വലിയ കൃപ നമ്മുടെ ജീവിതത്തിലേക്ക് സമൃദ്ധമായി ചൊരിയണമെന്നാണ്. പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവം, പാവമില്ലാത്ത അവസ്ഥ, ദൈവത്തെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കാൻ വലിയ കൃപ ലഭിച്ചു. അതുപോലെ പരിശുദ്ധനായി ജീവിക്കാൻ കൃപ നമുക്ക് നൽകണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. അങ്ങേ ആത്മാവാൽ മഞ്ഞകണങ്ങൾ പോലെ ഈ കാണിക്കകൾ അങ്ങ് പവിത്രമാക്കണം. അങ്ങനെ ഇവ ഞങ്ങൾക്കായി ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി തീരുമാനം. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ തൃക്കരങ്ങളിൽ അപ്പമെടുത്തു പിതാവായ അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് കൽപ്പിച്ചത്, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, പ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പരമാത്രകൾ വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് കൽപ്പിച്ചത്, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുന്നു. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാണ്. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യും. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, വിശ്വാസത്തിന്റെ രഹസ്യം. വീണ്ടും വരുന്നത് വരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങ് ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. അങ്ങേ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും അങ്ങേ തിരുമുമ്പിൽ നിൽക്കുവാൻ, അങ്ങേ സ്നേഹിക്കുവാൻ ഈ എളിയവരായ ഞങ്ങളെല്ലാവരെയും അർഹരാക്കി തീർത്തതിന് നന്ദി പറഞ്ഞു. ജീവന്റെ അപ്പവും രക്ഷയുടെ മാനപാത്രവും ഞങ്ങൾ അങ്ങേ കൽപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരാൻ ഞങ്ങളെ പരിശുദ്ധാത്മാവിനാൽ ഒന്നായി ചേർക്കണമേ എന്ന് താഴ്മയോടെ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ തിരുസഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പിയോടും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനായ ജോസഫ് മെത്രാപ്പൊലീത്തയോടും വൈദികഗണത്തോടും സന്യസ്തരോടും ദൈവജനത്തോടും അത് തിരുസഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പരിപൂർണതയിൽ എത്തിക്കണമേ. ഉയർപ്പിന്റെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങോർക്കുകയും അങ്ങേ തിരുമുഖത്തിന്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യക മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട വിശുദ്ധ ഔസേപ്പിതാവിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. കരങ്ങൾക്ക് ഒപ്പാം ത്രിയേക ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ഭക്തിപൂർവ്വം ആരാധിക്കാം. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായ ഐക്യത്തിൽ എല്ലാ ബുദ്ധിമതിയും മഹത്വവും എന്നും എന്നേക്കും രക്ഷാകരമായ കൽപ്പനകൾ ഉത്ബോധനായി ദിവ്യോപദേശാരൂപകനായി നിർഭയം നമുക്ക് എല്ലാവർക്കും ഭക്തിപരമേറ്റുമല്ല. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഉചിതമാണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരയണമേ. ഞങ്ങൾ തെറ്റ് ചെയ്യുന്നത് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങൾ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയെ രക്ഷിക്കണം. കർത്താവേ, എല്ലാ തിന്മകളും ഞങ്ങളെ മോചിക്കണമേ. ഈ ദിനങ്ങളിൽ
സമാധാനം കനിവാർന്ന് ഞങ്ങൾക്ക് നൽകണമേ. അനുഗ്രഹപരമായ പ്രത്യാശയും ഞങ്ങൾ ഇഷ്ടകനായ യേശു ക്രിസ്തുവിന്റെ ആഗമനം പ്രതീക്ഷിച്ചുകൊണ്ടു അങ്ങേ കരുണയുടെ സഹായത്താൽ ഞങ്ങൾ എല്ലാവരും ശക്തി പ്രാപിച്ചു ഞങ്ങളെപ്പോഴും പാപങ്ങൾ മോചനാകുകയും എല്ലാ വിപത്തുകളിലും സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകും. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. എൻ്റെ കർത്താവായ യേശുക്രിസ്തുവേ, അങ്ങ് അപ്പോസ്തലന്മാരെ ചെയ്തുവല്ലോ. ഞങ്ങളുടെ പാപങ്ങളെല്ലാം പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസത്തിൽ പാർത്ത് അങ്ങേ തിരുവള്ളമനുസരിച്ച് തിരുസഭയ്ക്ക് സമാധാനവും ഐക്യവും കൽപ്പിച്ചുള്ളിയാൽ എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിട്ടുള്ളണമേ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് പരസ്പരം കർത്താവിന്റെ സമാധാനം ആശംസിക്കാം. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ ഞങ്ങളിൽ നീ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ ഞങ്ങളിൽ നീ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ ഞങ്ങൾക്ക് ശാന്തി നൽകേണമേ. ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നു. ദിവ്യ കുഞ്ഞാട് വരുന്നതിന് ക്ഷണിക്കപ്പെട്ട നമ്മളെല്ലാവരും ഭാഗ്യവാന്മാർ. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്ക് ചിരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കുന്നു. ക്രിസ്തുവിന്റെ തിരുശരീരങ്ങളെ സ്വീകരണം നമ്മെ നിത്യജീവനിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ.
നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സർവ്വലോകത്തിനും പ്രത്യാശയുടെയും രക്ഷയുടെയും പൊൻപുലരിയായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ജനത്തിരുന്നാളിൽ ഒന്ന് ധ്യാനിക്കുവാൻ, ദിവരഹസ്യങ്ങൾ പങ്കുചേർന്ന് സന്തോഷിക്കുവാൻ തിരുസഭയെ അങ്ങ് അനുഗ്രഹിക്കുന്നുവല്ലോ. അങ്ങയുടെ കൃപ തിരുസഭ മുഴുവനും നിറയണമേ, ഞങ്ങളിൽ നിറയണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടിട്ടുള്ളണമേ. കർത്താവ് നിങ്ങളോടുകൂടി. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ദിവ്യ പൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഭൂമിയിൽ രോഗങ്ങളാലും കഷ്ടതകളാലും ഔഷധം അനുഭവിക്കുന്ന നിരാലംബരുടെ മക്കളുടെ ദിവ്യ സാന്ത്വനമായ പരിശുദ്ധ ആരോഗ്യ മാതാവിന് ഞങ്ങൾക്ക് നൽകിയ കാരുണ്യവാനായ പിതാവെ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ആവശ്യ നേരങ്ങളിൽ മനുഷ്യരെ സഹായിക്കുവാൻ സദാ സന്നദ്ധരായിരിക്കുന്ന പരിശുദ്ധ കന്യകാമറിയം വഴി കാനായിലെ കല്യാണ വിരുന്നിൽ സഹായം അരുളിയതുപോലെ ഞങ്ങളുടെ ദുഃഖങ്ങളിൽ അമ്മയുടെ സഹായം എന്നും ഉണ്ടാകണമേ. മാനസികവും ശാരീരികവും ആത്മീയമായ അനാരോഗ്യത്താൽ വിഷമിക്കുന്ന ഞങ്ങൾ അങ്ങേ സന്നിധിയിൽ പ്രത്യാശയോടെ അണയുന്നു. സ്വർഗീയ മാതാവേ, അങ്ങേ ദിവ്യ സാന്ത്വനം നൽകി ഞങ്ങളെ സഹായിക്കണമേ. ആരോഗ്യ മാതാവിനോടുള്ള നവനാൾ ജപം. ഏറ്റവും ദിവ്യകന്യകേ, ഈശോയുടെ അതിനിർമ്മല മാതാവാകുവാൻ നിത്യകാലം മുതൽക്കേ ആരാധ്യ തൃത്വത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവളെ, നമ്മുടെ ദിവ്യനാഥന്റെ മനുഷ്യാവതാര വേളയിലും നിന്റെ നിർമ്മലോദരത്തിൽ നീ അവിടുത്തെ സംവഹിച്ച 9 മാസവും നീ അനുഭവിച്ച ആനന്ദത്തെ നിന്നെ അനുസ്മരിപ്പിക്കുവാൻ നിന്റെ ഈ വിനീത ഭക്തരെ അനുവദിച്ചാലും ദുഃഖിതരിൽ അലിവേറും നാഥേ, എന്റെ തീവ്ര പ്രാർത്ഥനകൾ വഴി ആനന്ദത്തെ നവീകരിക്കുവാനും വർദ്ധിപ്പിക്കാൻ പോലുമോ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നാണ് ഞങ്ങളുടെ ആത്മാർത്ഥമായ ആഗ്രഹം.
സമർപ്പിക്കാം. അവ നൽകുക ദൈവഹിതമെങ്കിൽ ഞങ്ങൾക്ക് നീ ലഭിച്ചു തരണമേ. അത് ദൈവത്തിന് ഇഷ്ടമില്ലെങ്കിൽ ഞങ്ങൾക്ക് ഏറ്റവും ആവശ്യമായ ഏതെങ്കിലും അനുഗ്രഹം ലഭിച്ചു തരിക. അങ്ങേ മഹത്വത്തിനായി ഞങ്ങൾ കഴിക്കുന്ന ഈ നവനാൾ വഴി നിന്റെ മാധ്യസ്ഥത്തിലുള്ള ഞങ്ങളുടെ സജീവ വിശ്വാസം പ്രകടമാക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അങ്ങേ തിരുക്കുമാരൻ നിൻ തിരുവുദരത്തിൽ വസിച്ച നാളുകളിൽ നീ അനുഭവിച്ച അലൗകിക സ്നേഹാനന്ദത്തിന്റെ മഹിമയ്ക്കായി ഞങ്ങളുടെ ഈ ആഗ്രഹത്തെ സ്വീകരിക്കുവാൻ നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതിനോടുള്ള ഞങ്ങളുടെ വണക്കം കുറിക്കുവാൻ ഞങ്ങളിതാ ഞങ്ങളുടെ ഹൃദയവികാരങ്ങളെയും ഈ 9 നന്മ നിറഞ്ഞ മറിയവും നിനക്കായി കാഴ്ചവെക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. ഞങ്ങളുടെ ഉയർത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. ഞങ്ങളുടെ ഉയർത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. ഞങ്ങളുടെ ഉയർത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. ഞങ്ങളുടെ ഉയർത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. ഞങ്ങളുടെ ഉയർത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. ഞങ്ങളുടെ ഉയർത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. ഞങ്ങളുടെ ഉയർത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. ഞങ്ങളുടെ ഉയർത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. ഞങ്ങളുടെ ഉയർത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഓ ദൈവമാതാവേ, ഗബ്രിയേൽ ദൈവദൂതൻ ആദ്യമായി നന്മ നിറഞ്ഞവളെ എന്ന് നിന്നെ അഭിവാദനം ചെയ്ത ആദരവണക്കങ്ങളോടൊന്നിച്ച് ചേർത്ത് ഞങ്ങളുടെ ഈ അഭിവന്ദനങ്ങളെ അങ്ങ് സ്വീകരിച്ചാലും അങ്ങയുടെ കേവല മഹിമാ കിരീടത്തിന് ലോകാന്ത്യം വരെ പ്രഭ വളർത്തുന്ന രത്നഗണങ്ങളായി അവയോരോന്നും മാറട്ടെ എന്നാണ് ഞങ്ങളുടെ ആത്മാർത്ഥമായ പ്രത്യാശ. അങ്ങേ വല്ലഭമേറും മാധ്യസ്ഥം വഴി ഞങ്ങളിപ്പോൾ യാചിച്ച വരങ്ങളും അനുഗ്രഹങ്ങളും വചനം മാംസമായപ്പോൾ നീ അനുഭവിച്ച ആനന്ദ വായ്പിനെ പ്രതി ഞങ്ങൾക്ക് ലഭിച്ചു തരണമേ എന്ന് വ്യാകുലന്മാരുടെ ആശ്വാസമായ എന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങേ മഹത്വത്തിനായി ഞങ്ങളെക്കാലവും ചെയ്ത
മിശിഹായെ അനുഗ്രഹിക്കണമേ. കർത്താവേ അനുഗ്രഹിക്കണമേ. കർത്താവേ ഞങ്ങളെ കേൾക്കണമേ. കർത്താവേ ഞങ്ങളെ കരുണയോടെ കേൾക്കണമേ. ആകാശങ്ങളിലിരിക്കുന്ന ബാബാ തമ്പുരാനെ, ഓരോ രക്ഷകനായ പുത്രൻ തമ്പുരാനെ, ഖുദാശ തമ്പുരാനെ, ഏകദൈവമായ പരിശുദ്ധ തൃത്വമേ, പരിശുദ്ധ മറിയമേ, ലോക സൃഷ്ടിക്ക് മുമ്പ് തന്നെ ദൈവത്താൽ മുൻകൂട്ടി തിരഞ്ഞെടുക്കപ്പെട്ട ആരോഗ്യനാഥേ, മാലാഖമാർ സൃഷ്ടിക്കപ്പെട്ട ഉടനെ തന്നെ അവർക്ക് വെളിപ്പെടുത്തപ്പെട്ട ആരോഗ്യനാഥേ, ആദത്തിന് ഏദൻ തോട്ടത്തിൽ വെച്ച് വെളിപ്പെടുത്തപ്പെട്ട ആരോഗ്യനാഥേ, പ്രവാചകന്മാരാൽ പ്രകീർത്തിതയായ ഉഷകാല താരമായ ആരോഗ്യനാഥേ, ലോകത്തിന് നന്മ കൈവരുത്തുന്ന വെൺമേഘമായ ആരോഗ്യനാഥേ, നന്മയുടെ നിഖേധനമായ ആരോഗ്യനാഥേ, പിതാക്കന്മാർ പുണ്യവതി എന്ന ജനനത്തിന് മുമ്പ് തന്നെ പ്രകീർത്തിതയായ ആരോഗ്യനാഥേ, ജന്മപാപം എഴാതെ ഉത്ഭവിച്ച ആരോഗ്യനാഥേ, പിശാചിന്റെ തലയെ തകർത്ത ആരോഗ്യനാഥേ, ഇസ്രായേലിനെ ഭരിച്ച 16 രാജാക്കളുടെ പിൻഗാമികളുടെ ഉന്നത ഗോത്രത്തിൽ ഇരുന്ന ആരോഗ്യനാഥേ, വിശുദ്ധ യോവാഖിമിന്റെ അന്നായുടെ ശിശുവായ ആരോഗ്യനാഥേ, വളരെ വയസ്സായ മാതാപിതാക്കളിൽ നിന്ന് ജാതയായ ആരോഗ്യനാഥേ, സർവമാലാഖമാരെക്കാളും വിശുദ്ധരെക്കാളും ശോഭയോടെ ജാതയായ ആരോഗ്യനാഥേ, ഏറ്റവും അധികം ഭക്തിയോടെ ലോകത്തിലേക്ക് വന്ന ആരോഗ്യനാഥേ, ദൈവ പ്രസാദപര ദീപമായ ആരോഗ്യനാഥേ, ദൈവപ്രസാദത്തിന് പുറമെ ദൈവിക ബന്ധത്താലും അനുഗ്രഹീതയായ ആരോഗ്യനാഥേ, സകല വിശുദ്ധരേക്കാൾ നന്മസ്വരൂപിണിയായ ആരോഗ്യനാഥേ, സ്വർഗീയ പ്രഭയാ ജനനാവസരത്തിൽ തന്നെ അലങ്കൃതയായ ആരോഗ്യനാഥേ, തൻ്റെ ജനനത്താൽ സ്വർഗവാസികൾക്ക് ഇമ്പമരുളിയ ആരോഗ്യനാഥേ, ജനനാനന്തരം വിനാവിളമ്പം ദൈവത്തിന് സമർപ്പിതയായ ആരോഗ്യനാഥേ, മേരി എന്ന മധുരനാമം സ്വീകരിച്ച ആരോഗ്യനാഥേ, 3 വയസ്സുള്ളപ്പോൾ ദേവാലയത്തിൽ കാഴ്ചവെക്കപ്പെട്ട ആരോഗ്യനാഥേ, വിശുദ്ധ പുണ്യത്തിൽ ഏറ്റവും അധികം ശുഷ്കാന്തിയോടെ വ്യാപരിച്ച ആരോഗ്യനാഥേ, കന്യാലയ നിവാസികളുടെ മാതൃകയായ ആരോഗ്യനാഥേ, രോഗികളുടെ പീഡകൾ മാറ്റുന്ന ആരോഗ്യനാഥേ, അങ്ങിൽ ആശ്രയിക്കുന്നവരുടെ അപ്രമാദ സങ്കേതമായ ആരോഗ്യനാഥേ, സകല വിശുദ്ധരുടെയും സ്വർഗീയ കിരീടമായ ആരോഗ്യനാഥേ, ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദൈവിക കുഞ്ഞാടേ, ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദൈവിക കുഞ്ഞാടേ, ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദൈവിക കുഞ്ഞാടേ, ഈശോമിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. നിന്റെ അതിനിർമ്മല മാതാവാകുവാൻ ഭാഗ്യപ്പെട്ട കന്യകാമേരിയെ നിന്റെ അവാച്യ ദൈവപരിപാലനാൽ തിരഞ്ഞെടുത്ത ദൈവമേ, സതതം സ്വർഗീയ സൗഭാഗ്യങ്ങൾ അനുഭവിക്കുവാൻ ഞങ്ങൾക്കായുള്ള അവരുടെ പ്രാർത്ഥനകൾ നീ കാരുണ്യപൂർവ്വം സാധിച്ചു കൊടുക്കണമേ. ആമേൻ. മോക്ഷകവാടം തുറക്കും രക്ഷാകരമോസ്തിയേ, ശത്രുവിന്നണികൾ തകർക്കാൻ ശക്തിയും തുണയും തരേണം. തൃത്വൈക ദൈവത്തിനെന്നും സ്തോത്രമുണ്ടായിടേണം. സ്വർഗത്തിലങ്ങേ വണങ്ങാം, ഞങ്ങൾക്കു കൃപ നൽകിടേണം. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും കുറിച്ചുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും കുറിച്ചുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും കുറിച്ചുണ്ടായിരിക്കട്ടെ. സ്നേഹം നിറഞ്ഞവരെ, ദിവ്യകാരുണ്യം ഈശോയുടെ തിരുസന്നിധിയിൽ നമ്മളൊക്കെ ആയിരിക്കുകയാണ്. കരങ്ങൾ കൂപ്പാം, ഈശോയിലേക്ക് നോക്കാം. അവിടുത്തെ കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. 2000 വർഷങ്ങൾക്ക് മുൻപ് യൂദയായിൽ ജനങ്ങളെ പഠിപ്പിച്ച്
സുവിശേഷത്തിൻ്റെ അനുഗ്രഹം വിളമ്പിക്കൊടുത്ത് അതേ 33 വയസ്സുകാരനായ കർത്താവാണ് ഇന്ന് എൻ്റെയും നിൻ്റെയും മുൻപിൽ ഈ അൾത്താരയിൽ സന്നിഹിതനായിരിക്കുന്നത്. സകല നിയോഗങ്ങളും നമുക്ക് സമർപ്പിക്കാം. സകല പ്രാർത്ഥനകളും അവൻ്റെ തിരുമുമ്പിൽ നമുക്ക് അർപ്പിക്കാം. കരങ്ങൾ ഈശോയിലേക്കൊന്ന് ഉയർത്തിപ്പിടിക്കുക. കരങ്ങൾ ഈശോയിലേക്കൊന്ന് ഉയർത്തിപ്പിടിക്കുക. ഏറ്റു ചൊല്ലിത്തരുന്ന പ്രാർത്ഥന കൃപയോടെ ഏറ്റുചൊല്ലുക. എൻ്റെ ഈശോയെ, എൻ്റെ ഈശോയെ, എൻ്റെ ഈശോയെ, എൻ്റെ ജീവിതത്തെ, എൻ്റെ ആത്മാവിനെ, എൻ്റെ മനസ്സിനെ, എൻ്റെ കുടുംബത്തെ, എൻ്റെ ഭാര്യയെ, എൻ്റെ ഭർത്താവിനെ, എൻ്റെ മക്കളെ, എൻ്റെ സഹോദരങ്ങളെ, എൻ്റെ അയൽക്കാരനെ, എൻ്റെ ഈ നാടിനെ, എൻ്റെ ഭരണാധികാരികളെ നിന്റെ മുമ്പിൽ സമർപ്പിക്കുന്നു. നിന്റെ കൃപയാൽ അവരെ നിറയ്ക്കണമേ. നിന്റെ അരൂപിയാൽ അവരെ നിറയ്ക്കണമേ. നിന്റെ പരിശുദ്ധാത്മാവിനാൽ അവരെ നിറയ്ക്കണമേ. കൃപയോടെ, അനുഗ്രഹത്തോടെ, ചൈതന്യത്തോടെ നിന്റെ മുമ്പിലായിരിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. എൻ്റെ ഈശോയെ, എൻ്റെ ഈശോയെ, എൻ്റെ ഹൃദയത്തിൽ അങ്ങ് രാജാവായി വാഴണമേ. എൻ്റെ സകല നിയോഗങ്ങളെയും പ്രാർത്ഥനകളെയും വിശുദ്ധീകരിച്ച് അനുഗ്രഹങ്ങളാൽ എൻ്റെ ജീവിതത്തിലേക്ക് ചൊരിയണമേ. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ്യത്താൽ കൃപ നേടുന്നവരായി, അനുഗ്രഹം നേടുന്നവരായി ഞങ്ങൾ ഭവിക്കുമാറാകട്ടെ. പരിശുദ്ധ അമ്മയുടെ ജീവിതം പോലെ കൃപ നിറഞ്ഞതാക്കി ഞങ്ങളുടെ ജീവിതങ്ങളെയും മാറ്റണമേ. ഞങ്ങളെയും ഞങ്ങളുടെ ഹൃദയത്തെയും ആത്മാവിനെയും ലോകത്താൽ ആതുരരായിരിക്കുന്ന എല്ലാ സഹോദരങ്ങളെയും സുഖപ്പെടുത്തണമേ. എന്റെ അത്ഭുതത്തിന്റെ കരം ഞങ്ങളുടെ ജീവിതത്തിന് മേൽ നീട്ടി ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. കർത്താവേ, അങ്ങയുടെ അനുഗ്രഹത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ യേശുവേ യേശുവേ. ആരാധനയുടെ ഗീതങ്ങളോട് ചേർന്ന് പാടിക്കൊണ്ട് ത്രിത്വൈക ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വയ്ക്കാം. അനുഗ്രഹമാകാനുള്ള സകല നിയോഗങ്ങളും ഹൃദയത്തിൽ ഓർക്കാം. നമുക്ക് ചേർന്ന് പാടാം. പരിശുദ്ധ അമ്മയെ പോലെ കൃപയോടെ അങ്ങയുടെ തിരുമുമ്പിലായിരിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈശോയെ, ഒരുപിടി നിയോഗങ്ങളുമായിട്ടാണ് ഇന്ന് ഈ ദേവാലയത്തിലേക്ക് ഞങ്ങൾ കടന്നു വന്ന് അങ്ങയുടെ തിരുമുമ്പിലായിരിക്കുക. അങ്ങയുടെ കാരുണ്യത്തെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അലിവോടെ, കരുണയോടെ അങ്ങയുടെ തിരുമുൻപിൽ ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ ഏറ്റുപാടുന്നു. ആരാധന
വേലാ